ഹായ് ഹലോ മേറ്റ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ PR ലെറ്റർ വീഡിയോയുടെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 489 വിസ നിർത്തലാക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ നിങ്ങളെല്ലാം ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ എല്ലാവരും കേട്ട് കാണും ഈ 489 എന്ന് വെച്ചാൽ സ്കിൽഡ് റീജിയണൽ പ്രൊവിഷണൽ വിസയെ പറ്റി. അപ്പോൾ ഒരു റീസെന്റ് അമെൻഡ്മെന്റ് ടു ദി മൈഗ്രേഷൻ ആക്ട് വഴി ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ അതോറിറ്റീസ് അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് എന്തോ ചെയ്യുന്നത് വെച്ചാൽ ഈ 489 വിസ നിർത്തലാക്കാൻ പോവാണ്. അപ്പോൾ 16th November 2019 തൊട്ട് ഒരു പുതിയ 489 ആപ്ലിക്കേഷൻ ലോഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 15th November 2019 ആയിരിക്കും ലാസ്റ്റ് ഡേറ്റ് ടു ലോഡ്ജ് 489 വിസ ആപ്ലിക്കേഷൻ. അപ്പോൾ 16th November 2019 മുതൽ നമുക്ക് ഈ 489 വിസ അവൈലബിൾ ആയിരിക്കത്തില്ല അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തോ സംഭവിക്കും? ഈ 489 സ്ഥലത്ത് ഒരു പുതിയ വിസ കാറ്റഗറി വരാൻ പോവാണ്. അതാണ് 491. 491 എന്ന് വെച്ചാൽ സ്കിൽഡ് വർക്ക് റീജിയണൽ പ്രൊവിഷണൽ വിസ. അപ്പോൾ ഈ 491 വിസ വന്ന് കഴിയുമ്പോൾ ഈ 491 വിസ ഓൾമോസ്റ്റ് 489 പോലെ തന്നെ ആയിരിക്കും അതിൻ്റെ ആപ്ലിക്കേഷൻ അതിൻ്റെ ഒക്കെ. അപ്പോൾ ഒരു മേജർ ഡിഫറൻസ് വരാൻ പോകുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ 489 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് PR അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 വർഷം ഒരു റീജിയണൽ ഏരിയയിൽ നിന്ന് ജോലി ചെയ്ത് താമസിച്ചാൽ നമുക്ക് ഒരു PR അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ 491 പുതിയ വിസ വരുമ്പോൾ എന്തുവാ ചേഞ്ച് വരാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ മിനിമം 3 വർഷം ഒരു റീജിയണൽ ഏരിയയിൽ പോയി ജോലി ചെയ്ത് താമസിക്കണം, ഒരു മിനിമം ഇൻകം നേടണം ഈ 3 വർഷം. പിന്നെ ഈ 491 വിസ വരുമ്പോൾ അതിൻ്റെ എന്തൊക്കെയാണോ കണ്ടീഷൻസോട് അതൊക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു 191 എന്നുള്ള PR വിസ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ PR വിസ എന്തുകൊണ്ട് ആപ്ലിക്കബിൾ എന്ന് വെച്ചാൽ ഇത് ആപ്ലിക്കബിൾ ആകാൻ പോകുന്നത് 16th November 2022 മുതലാണ്. ഈ 22 19 തമ്മിൽ 3 ഇയേഴ്സിന് ഗ്യാപ്പുണ്ട്. അപ്പോൾ ഈ മിനിമം 3 ഇയേഴ്സ് കേട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്യാപ്പ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മേജർ ഡിഫറൻസ് വരാൻ പോകുന്നത് വെച്ചാൽ ഇനി മുതൽ 3 വർഷം ഒരു റീജിയണൽ ഏരിയയിൽ താമസിച്ച് ജോലി ചെയ്താൽ മാത്രമേ PRലോട്ട് നമുക്ക് വരാൻ പറ്റത്തുള്ളൂ ഒരു റീജിയണൽ വിസ വഴി. അതാണ് ഈ 489 നിർത്തലാക്കി 491 വരുമ്പോൾ ഒരു ഡിഫറൻസ് വരാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഇൻട്രസ്റ്റിംഗ് ന്യൂസ് എല്ലാവർക്കും ഒത്തിരി ഹെൽപ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. 489 പറ്റി വിചാരിച്ചുകൊണ്ടിരുന്ന ഒത്തിരി പേർക്ക് ഇത് ഒരു ഡിസിഷൻ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്തോ ആയിരിക്കും അല്ലെങ്കിൽ എന്തോ ഡിസൈഡ് ചെയ്യണം, ഏത് വിസ അപ്ലൈ ചെയ്യണം, നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിൽ ഈ ന്യൂസ് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറക്കണ്ട, 16th November 2019 ആണ് ആ ഡേറ്റ്. സോ ഞങ്ങളുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് വെച്ചാൽ ഈ ഒരു സീരീസിൽ ഞങ്ങൾ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ന്യൂസ് ആണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ നോക്കുന്നത്. ഇപ്പോൾ പ്രസന്റ്ലി ഇപ്പോൾ ഓസ്ട്രേലിയ നടക്കുന്നത് വെച്ചാൽ ഫെഡറൽ ബഡ്ജറ്റ് ഇപ്പോൾ വന്നതേ ഉള്ളൂ, ഇലക്ഷൻസ് വരാൻ പോവാണ്. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ ടൈമാണ്. അപ്പോൾ പല റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ചെയ്യാൻ സമയമാണ്. അപ്പോൾ കുറേ റൂൾസ് ആണ് ഇപ്പോൾ ഈ ഒരു മാസത്തിൽ ചേഞ്ച് അയക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ ആണ് ഇപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോസ് നിങ്ങളുടെ ഷെയർ ചെയ്യാൻ നോക്കുന്നത് ഞങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇങ്ങനത്തെ റിലേറ്റഡ് ആയിരിക്കും, ഒരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് സ്കിൽഡ് മൈഗ്രേഷൻ്റെ പോയിന്റ് സിസ്റ്റത്തിൽ വരാൻ പോകുന്ന ഒരു ചേഞ്ചിനെ പറ്റിയാണ്. അതൊരു ഇതിലോട്ടൊരു ഈ ഒരു നെഗറ്റീവ് ചേഞ്ച് ആയിരിക്കും. ഇതൊരു നെഗറ്റീവ് എന്ന് പറയാൻ വേണ്ടി എന്ന് വെച്ചാൽ 2 to 3 years ആയി നെഗറ്റീവ് സോർട്ട് ഓഫ് നെഗറ്റീവ്. പക്ഷെ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന പോയിന്റ് സിസ്റ്റം ചേഞ്ച് എന്ന് വെച്ചാൽ ഭയങ്കര പോസിറ്റീവ് ചേഞ്ച് ആണ്. അപ്പോൾ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കത്തുള്ളൂ. നോട്ടിഫിക്കേഷൻസ് ലഭിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ കാണാൻ പറ്റത്തുള്ളൂ എളുപ്പം തന്നെ വരുമ്പോൾ. അപ്പോൾ കണ്ടിന്യൂ വാച്ചിങ് ദ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ് റിഗാർഡിംഗ് ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ.